everyone. Welcome to Bosco Campus Vision. I am Lakshmi V.S., Assistant Professor, Department of Commerce, Don Bosco College, Kottayam. This is the 21st lecture on Income Tax Law and Practice 2. This lecture is based on capital gains, which is the second module in the subject Income Tax Law and Practice 2 for semester 3 students of BCom Tax Procedures and Practices. In previous lecture, we were discussing about one among the exempted capital gain, that is capital gains on transfer of agricultural land in urban area, which comes under section 54B of Income Tax Act 1961. And in this lecture, we are going to discuss a problem on capital gains on transfer of agricultural land in urban area, which comes under section 54B of Income Tax Act 1961. We are going to discuss the question: agricultural land situated in Agra purchased in 2004-5 for rupees 1,13,000 sold for rupees 8 lakhs in 1/5/2019. The assessee purchased another piece of agricultural land on 1/8/2019 for rupees 3,70,000. 2004-5 1,13,000 rupeesന് പർച്ചേസ് ചെയ്ത ആഗ്രയിൽ സിറ്റുവേറ്റ് ചെയ്യുന്ന അഗ്രികൾച്ചറൽ ലാൻഡ് 1/5/2019 8 lakhs rupeesന് വിൽക്കുന്നു. ആൻഡ് അസസി അനദർ പീസ് ഓഫ് അഗ്രികൾച്ചറൽ ലാൻഡ് 1/8/2019 3,70,000 rupeesന് പർച്ചേസ് ചെയ്യുകയും ചെയ്യുന്നു. ഓക്കെ, ഫൈൻഡ് ഔട്ട് ദ ക്യാപിറ്റൽ ഗെയിൻ ചാർജബിൾ ടു ടാക്സ് ഫോർ ദ അസസ്മെൻറ്റ് ഇയർ 2020-21. The cost inflation index in 2004-5 was 113 and in 2019-20 it was 289. ഇവിടെ ക്വസ്റ്റ്യനിൽ അവൈലബിൾ ആയിരിക്കുന്ന ഇൻഫർമേഷൻ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തു. ആ ഇൻഫർമേഷൻ യൂസ് ചെയ്തുകൊണ്ട് 2020-21 അസസ്മെൻറ്റ് ഇയറിൽ ക്യാപിറ്റൽ ഗെയിൻ ചാർജബിൾ ടു ടാക്സ് കമ്പ്യൂട്ട് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് തന്നിട്ടുണ്ട്. 2004-5 113ഉം 2019-20 289. ഓക്കെ, നമുക്ക് സൊല്യൂഷൻ നോക്കാം. കമ്പ്യൂട്ടേഷൻ ഓഫ് ടാക്സബിൾ ക്യാപിറ്റൽ ഗെയിൻ ഫോർ ദ അസസ്മെൻറ്റ് ഇയർ 2020-21. ക്വസ്റ്റ്യനിൽ നോക്കിയാൽ അറിയാം 2004-5 പർച്ചേസ് ചെയ്ത അഗ്രികൾച്ചറൽ ലാൻഡാണ് 1/5/2019 സെയിൽ നടത്തുന്നത്. വിച്ച് മീൻസ് 36 മന്ത്സിൽ കൂടുതൽ അസസി ഹെൽഡ് ചെയ്തിട്ടുണ്ട് ഈ ക്യാപിറ്റൽ അസറ്റ്. സോ ഇതൊരു ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ് ആണ് ആൻഡ് നമ്മളിവിടെ കമ്പ്യൂട്ട് ചെയ്യേണ്ട ക്യാപിറ്റൽ ഗെയിൻ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആണ്. ക്ലിയർ? 2004-5 1,13,000 rupeesന് പർച്ചേസ് ചെയ്ത അഗ്രികൾച്ചറൽ ലാൻഡാണ് 1/5/2019 8 lakhs rupeesന് സെയിൽ നടത്തുന്നത്. സോ അവിടെ റിസീവ് ചെയ്യുന്ന കൺസിഡറേഷൻ, അതായത് ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ എന്ന് പറയുന്നത് 8 lakhs rupees ആണ്. ക്ലിയർ? നമുക്കറിയാം ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനിൻ്റെ കമ്പ്യൂട്ടേഷനിൽ ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷനിൽ നിന്നും ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷനും ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റും ലെസ് ചെയ്താണ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ കണ്ടെത്തുന്നത്. ഈ ക്വസ്റ്റ്യനിൽ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ആണ് ഉള്ളത്. ഇത് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനിൻ്റെ കമ്പ്യൂട്ടേഷൻ ആയതുകൊണ്ട് തന്നെ കോസ്റ്റ് ഓഫ് അക്വിസിഷനെ ഇൻഡെക്സ് ചെയ്ത് ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ റിസീവ് ചെയ്ത കൺസിഡറേഷനിൽ നിന്നും ലെസ് ചെയ്താണ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ കണ്ടെത്തുന്നത്. ഓക്കെ, ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ്റെ ഫോർമുല നമ്മൾ പഠിച്ചിട്ടുണ്ട്. കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഇൻറ്റു കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് ഫോർ ദ ഇയർ ഇൻ വിച്ച് ദ അസറ്റ് ഈസ് സോൾഡ് ഡിവൈഡഡ് ബൈ കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് ഫോർ ദ ഫസ്റ്റ് ഇയർ ഇൻ വിച്ച് ദ അസറ്റ് വാസ് ഹെൽഡ് ഓർ കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് ഓൺ 1/4/2001 വിച്ച് എവർ ഈസ് ലേറ്റർ. കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ക്വസ്റ്റ്യനിലുണ്ട്. 2004-5 1,13,000 rupeesനാണ് അഗ്രികൾച്ചറൽ ലാൻഡ് പർച്ചേസ് ചെയ്തത്. സോ 1,13,000 rupees ആണ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ. കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് ഫോർ ദ ഇയർ ഇൻ വിച്ച് ദ അസറ്റ് ഈസ് സോൾഡ് എന്ന് പറയുന്നത് അസറ്റ് സെയിൽ നടന്ന വർഷത്തെ കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ്. ഇവിടെ അസറ്റിൻ്റെ സെയിൽ നടന്നത് 1/5/2019 അതായത് 2019-20 ഫിനാൻഷ്യൽ ഇയറിലാണ് അസറ്റിൻ്റെ സെയിൽ നടന്നിരിക്കുന്നത്. ആൻഡ് ആ വർഷത്തെ കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 289 ആണ്. ഓക്കെ, ആൻഡ്
Cost inflation index for the first year in which the asset was held or cost inflation index on 1/4/2001 whichever is later. അസറ്റ് ഹെൽഡ് ചെയ്ത ഫസ്റ്റ് ഇയറിലെ കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സോ അല്ലെങ്കിൽ 1/4/2001 കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സോ വിച്ചെവർ ഈസ് ലേറ്റർ. ഇവിടെ അസറ്റ് ഹെൽഡ് ചെയ്ത ഫസ്റ്റ് ഇയർ എന്ന് പറയുന്നത് 2004-05 ആണ്. സോ 1/4/2001 ആൻഡ് 2004-05 ലേറ്റർ വരുന്നത് 2004-05 ആണ്. സോ 2004-05 കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് ആണ് ഇവിടെ എടുക്കേണ്ടത്. 2004-05 കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് 113 ആണ്. ഓക്കെ, ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ്റെ ഫോർമുലയിൽ എമൗണ്ട്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്: 1,13,000 ഇൻറ്റു 289 ഡിവൈഡഡ് ബൈ 113 ആൻഡ് ദ എമൗണ്ട് ഓഫ് ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ കംസ് ടു റുപ്പീസ് 2,89,000. ഓക്കെ, കൺസിഡറേഷൻ റിസീവ്ഡ് ആയ 8 lakhs റുപ്പീസിൽ നിന്നും ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷനായ 2,89,000 റുപ്പീസ് ലെസ് ചെയ്യുമ്പോൾ we will get the amount of long term capital gain, that is rupees 5,11,000. ഈ ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത് അർബൻ ഏരിയയിൽ സിറ്റുവേറ്റ് ചെയ്ത അഗ്രികൾച്ചറൽ ലാൻഡ് ട്രാൻസ്ഫർ ചെയ്തപ്പോൾ അറൈസ് ചെയ്ത ക്യാപിറ്റൽ ഗെയിൻ ആണ്. ആൻഡ് ദർ ഇസ് ആൻ എക്സെംഷൻ ഫോർ ദിസ് ക്യാപിറ്റൽ ഗെയിൻ അണ്ടർ സെക്ഷൻ 54B. ആൻഡ് സെക്ഷൻ 54Bയിൽ പറയുന്നത് പോലെ അഗ്രികൾച്ചറൽ ലാൻഡ് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞ് 2 വർഷത്തിനുള്ളിൽ തന്നെ അനദർ പീസ് ഓഫ് അഗ്രികൾച്ചറൽ ലാൻഡ് അസസി പർച്ചേസ് ചെയ്തിട്ടുമുണ്ട്. സോ സെക്ഷൻ 54B പ്രകാരമുള്ള എക്സെംഷൻ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനിൽ അലോ ചെയ്യണം. ആൻഡ് സെക്ഷൻ 54Bയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് ഈ അഗ്രികൾച്ചറൽ ലാൻഡ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അറൈസ് ചെയ്യുന്ന ക്യാപിറ്റൽ ഗെയിനിന് ലഭിക്കുന്ന എക്സെംഷൻ എന്ന് പറയുന്നത് പുതിയതായി പർച്ചേസ് ചെയ്ത അഗ്രികൾച്ചറൽ ലാൻഡിൻ്റെ കോസ്റ്റ് എത്രയാണോ ആ കോസ്റ്റിൻ്റെ എക്സ്റ്റെൻറ്റ് വരെയായിരിക്കും. ഇവിടെ ന്യൂ അഗ്രികൾച്ചറൽ ലാൻഡ് പർച്ചേസ് ചെയ്തത് 3,70,000 റുപ്പീസിനാണ്. സോ 3,70,000 റുപ്പീസ് വരെയാണ് സെക്ഷൻ 54B പ്രകാരം ഇവിടെ ലഭിക്കുന്ന എക്സെംഷൻ. സോ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനായ 5,11,000 റുപ്പീസിൽ നിന്നും കോസ്റ്റ് ഓഫ് ന്യൂ അഗ്രികൾച്ചറൽ ലാൻഡ് പർച്ചേസ് ഡ്യൂറിംഗ് ദ പ്രീവിയസ് ഇയർ ആയ 3,70,000 റുപ്പീസ് ലെസ് ചെയ്യുന്നു. ദെൻ വി വിൽ ഗെറ്റ് ദ ടാക്സബിൾ ക്യാപിറ്റൽ ഗെയിൻ rupees 1,41,000. Clear? Hope you all understand this problem. Thank you.